ചെറുപ്രായത്തിലെ വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് ആർത്തവ സമയത്ത് അതിനെക്കുറിച്ചൊന്നും അറിയുമായിരുന്നില്ല. അവൾ വീട്ടിലുള്ളവരോട് അത് പറഞ്ഞപ്പോൾ അവരിത് നിനക്കേറ്റ ശാപമാണെന്ന് അവളോട് കള്ളം പറയുന്നു. അങ്ങനെ അവൾ അവളുടെ അമ്മയ്ക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. പക്ഷേ അത് കണ്ടതും അവളുടെ ദുഷ്ടയായ മാമി അത് കീറിയെറിയാണ്. അപ്പോൾ അവൾ പേടിച്ചിട്ട് എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുന്നു. പിന്നീട് ആ കീറിയ കത്ത് അവളുടെ ഭർത്താവിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇത്ര നാൾ അവൾ അകന്നു നിന്നത് എന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലാവാണ്. എന്നിട്ട് അവൻ അവളുടെ അടുത്തേക്ക് പോയിട്ട് പീരീഡ്സിനെ കുറിച്ച് ഇതൊരു ശാപമല്ല, മറിച്ച് ദൈവം സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്ന വരദാനമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടി പാഡെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. വീട്ടുകാരെതിർത്തിട്ടും അവളെ സ്കൂളിൽ അയക്കുന്നു. അങ്ങനെ ഇരിക്കെ ചില സാഹചര്യങ്ങൾ മൂലം വിവാഹബന്ധം ഏർപ്പെടുത്തേണ്ടി വന്നപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാർ വന്ന് അവളെ കൊണ്ടുപോയിട്ട് വേറെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ വിവാഹ ദിവസം അവളുടെ മുൻ ഭർത്താവായ അവൻ അവളെ അവിടെ നിന്ന് ആരും കാണാതെ ലണ്ടനിലേക്ക് തുടർ പഠനത്തിന് വേണ്ടി കൊണ്ടുപോയിട്ട് അവളെ അവിടെ ആക്കിയിട്ട് ഇനി 8 വർഷം നമ്മൾ കാണില്ല, മിണ്ടില്ല, നന്നായി പഠിക്കണം എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. പിന്നീട് 8 വർഷത്തിന് ശേഷം ഒരു വലിയ ബാരിസ്റ്ററായിട്ട് അവൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത സംഭവങ്ങളാവും അവിടെ നടന്നിട്ടുണ്ടാവുക.